ഇന്ന് യുവാക്കൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടും അല്ലെങ്കിൽ തൊഴിലില്ലായ്മ ബന്ധപ്പെട്ടിട്ടുമാണ്. എന്താണ് വേണ്ടത്ര മാധ്യമ ശ്രദ്ധ അതിന് കിട്ടാതെ പോകുന്നത്? സോ അത് വലിയൊരു കോമഡിയാണ് ആക്ച്വലി. ഞാൻ അവസാനം കണ്ടത് മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്ന ഇപ്പൊ നിലവിലുള്ള പ്രശ്നം മോഹൻലാലിന് പനി വന്നു എന്നാണ്. അതാ ഇന്നത്തെ വലിയ വിഷയം. പിന്നെ ഇപ്പൊ നിലവിൽ നടക്കുന്ന നമ്മളെ ഹേമ കമ്മിറ്റി. ഹീറോയിനെ നായികയായി അക്കോമഡേറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് നായകന് മുറി തുറന്നു കൊടുക്കണം എന്ന അങ്ങേയറ്റം അത്തരം വാചകങ്ങൾ, അത്തരം കടുത്ത പരാമർശങ്ങൾ കൂടി ഉൾപ്പെടുന്നതാണ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട്. അതൊരു വിഷയം. അപ്പൊ ഹേമ കമ്മിറ്റിയിലുള്ള അടുത്തൊരു കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, തൊട്ട് മുമ്പാണ് വയനാടിന്റെ പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് വയനാടില്ല. മാധ്യമപ്രവർത്തകർക്ക് ഓർമ്മയില്ല, വയനാടിനെ കുറിച്ച് ഓർമ്മയില്ല. അർജുൻ വന്നപ്പോ വയനാട് കിട്ടി. വയനാട് ഒരുവിധം ഇങ്ങനെ മുമ്പോട്ടേക്ക് പോകുമ്പോ ഇപ്പൊ അവർക്ക് ഹേമ കമ്മിറ്റി കിട്ടി. അപ്പൊ ആളുകൾക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കൂടുതൽ അറിയാനും സദാചാരം കൂടുതൽ അറിയാനുള്ള ഒരു വിഷയമായതുകൊണ്ട് തന്നെ ഇത് മാക്സിമം മുതലെടുത്തുകൊണ്ടാണ് മാധ്യമപ്രവർത്തകർ ഒരു PR വർക്കിന് വേണ്ടിയിട്ടും അവരുടെ റവന്യൂ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ പറയുന്ന മോഡലിലേക്ക് പോകുന്നുള്ളത്. സോ എനിക്ക് തോന്നുന്നില്ല ഇവരിത് ഡിസ്കസ് ചെയ്യും എന്നുള്ളത്.